Hello guys, welcome back to my YouTube channel. പറ്റിയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലർ ഉപയോഗിക്കാത്തവരായിരിക്കും. അതിന്റെ എന്തൊക്കെയാണ് ഗുണം, എങ്ങനെയുള്ള സൺസ്ക്രീൻ ആയിരിക്കും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മളുടെ സ്കിന്നിൽ നേരിടേണ്ടി വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സൺടാൻ അടിച്ചതായിട്ട് കാണാം. അതേപോലെ മുഖമൊക്കെ ചുമന്നടിക്കുന്നതായിട്ട് കാണാം. ചിലർക്ക് ചൊറിഞ്ഞതടിച്ച് കയ്യിലൊക്കെ ആയാലും വെയിലൊക്കെ അടിക്കുന്ന ഭാഗത്ത് ചൊറിഞ്ഞതടിക്കുന്നതായിട്ട് കാണാം. അതേപോലെ പെട്ടെന്ന് ചുക്കി ചുളിയുന്ന പോലെയൊക്കെ വരാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ പുറത്തിറങ്ങുന്നത് കൊണ്ടാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ 100% നല്ലതല്ല. അതായത് അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിനൊന്നും തരുന്നില്ല. എന്നാലും നമ്മുടെ സ്കിന്നിനൊരു ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്, വീട്ടിനുള്ളിൽ നിൽക്കുമ്പോഴായാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള UVA UVB രശ്മികൾ നമ്മുടെ സ്കിന്നിലോട്ട് തട്ടുമ്പോൾ സ്കിന്നിലെ സെൽസിനെ എല്ലാം ഡാമേജ് ആക്കും. അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ മുഖക്കുരു, അതേപോലെ കറുത്ത പാടുകള്, സൂര്യാഘാതം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അതേപോലെ പലരുടെയും ഡൗട്ടാണ്, വെയിൽ ഉള്ളപ്പോഴാണോ വെയിൽ ഇല്ലാത്തപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണോ? അതായത് മഴ ഉള്ളപ്പോഴായാലും വെയിൽ അധികം ഇല്ലാത്തപ്പോഴായാലും നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് തട്ടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് സൺടാൻ അടിക്കുക, അതേപോലെ സ്കിൻ ഡാമേജ് ആവുന്നത്. പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ 100% പ്രൊട്ടക്ഷൻ നൽകുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാം. അതായത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നേരിട്ട് വെയിലത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിൽ വെയിലേക്കാതിരിക്കാൻ കുട യൂസ് ചെയ്യുക, അതേപോലെ സൺഗ്ലാസ് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, അതേപോലെ വലിയ തൊപ്പികള്, സൂര്യപ്രകാശം ഒന്നും ഏൽക്കാതിരിക്കുന്ന ഡ്രസ്സുകള്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുക മസ്റ്റ്. നമ്മൾ സൺസ്ക്രീൻ മുഖത്ത് മാത്രമാണോ അപ്ലൈ ചെയ്യേണ്ടത്? അതായത് സൂര്യപ്രകാശം ഏൽക്കുന്ന എല്ലാ ഭാഗത്തും മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൈ, കഴുത്ത് എന്നിങ്ങനെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. അതേപോലെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.